ജാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 66.48% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചമ്പൈ സോറൻ മത്സരിച്ച സെരൈക്കേല മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്, 76.02%. ഗോത്രവർഗ മേഖലകളിൽ നിന്ന് വലിയ പങ്കാളിത്തമാണ് ഉണ്ടായതെന്ന് കമ്മീഷൻ അറിയിച്ചു. 81 സീറ്റുള്ള ജാർഖണ്ഡിൽ ശേഷിക്കുന്ന 38 സീറ്റുകളിലേക്ക് നവംബർ 20-നാണ് വോട്ടെടുപ്പ്. അതേസമയം വോട്ടെടുപ്പ് ദിവസവും നരേന്ദ്രമോദിയും അമിത്ഷായും വർഗീയ പ്രസംഗങ്ങൾ ആവർത്തിച്ചു. അതേസമയം മഹാരാഷ്ട്രയിലും പ്രചരണം ശക്തമായി മുന്നോട്ട് പോകുന്നു. അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, ജാർഖണ്ഡിലെ ആദ്യഘട്ട പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പ്രതീക്ഷ? നമുക്ക് അറിയാം, ജാർഖണ്ഡിൽ വലിയ തോതിലുള്ള വർഗീയ പ്രസംഗങ്ങളാണ് BJP നടത്തിയത്. വർഗീയത മാത്രമായിരുന്നു അവരുടെ പ്രചരണം അവിടെ. ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ BJP വലിയ രീതിയിലുള്ള ഒരു വർഗീയ പ്രചാരണമായിരുന്നു നടത്തിയിരുന്നത് ജാർഖണ്ഡിൽ. പ്രത്യേകിച്ചും ഗോത്ര മേഖലകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ളൊരു വർഗീയ പ്രചാരണം ആണ് നിരന്തരമായി BJP സ്ഥാനാർത്ഥികളും BJP ദേശീയ നേതാക്കളൊക്കെ തന്നെയും നടത്തിയിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ആദ്യഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായി അവസാനിച്ചിരിക്കുകയാണ്, പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ജാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 66.48% എന്ന ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്തായാലും JMM വിട്ട് BJPയിൽ ചേർന്ന ചെമ്പൈ സോറൻ മത്സരിച്ച സറായ്ക്കല്ല മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 76.02% പോളിംഗ് ആണ് ഈ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ചെമ്പൈ സോറൻ JMM വിട്ട് BJPയിൽ ചേർന്നിരുന്നു. എന്തായാലും ഗോത്ര മേഖലകളിലൊക്കെ തന്നെയും ആദിവാസി മേഖലകളിലൊക്കെ തന്നെയും BJPക്ക് നേരത്തെയും ഒരു സാന്നിധ്യം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ BJPക്ക് ആയിരുന്നില്ല. എന്നാൽ ചെമ്പൈ സോറിനെ ഒരു തുറുപ്പുചീട്ടാക്കിക്കൊണ്ട് ആദിവാസി മേഖലകളിലേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമമാണ് BJP നടത്തിയിരുന്നത്. ഈ ഒരു ശ്രമം ഒരു പക്ഷേ വിജയിച്ചേക്കാം എന്നുള്ളതിൻ്റെ സൂചനകളാണ് സറായ്ക്കല്ല മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്നതിന് അടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കൃത്യമായ ചിത്രം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. കാരണം JMM വിട്ട് BJP ചേർന്ന ചെമ്പൈ സോറിൻ്റെ ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ ദിവസങ്ങളിൽ ഏകദേശം 23-ാം തീയതിയോട് കൂടി നമുക്ക് അതിലൊക്കെ തന്നെ ഒരു തീരുമാനമാകാൻ കഴിയും. എന്തായാലും വലിയ രീതിയിൽ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസം നടന്ന 43 മണ്ഡലങ്ങളിൽ 17 ജനറൽ സീറ്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെയും ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലായിരുന്നു. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ തന്നെയും ആദിവാസി മേഖലകളിൽ ഒക്കെ തന്നെയും വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 81 സീറ്റുകളിലേക്കുള്ള ബാക്കി 38 സീറ്റുകളിലേക്ക് 20-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഷമി, തീർച്ചയായും അബ്ദുൾ റഷീദാണ് ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.